ഹലോ ഗായ്സ്, ആജൂസ് ടെക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിൽ ഞാൻ നിറയുള്ള സിമ്മീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിറയില്ലാത്ത സിമ്മീസായിരുന്നു. അതിനെക്കാട്ടും ഒരു ഇച്ചിരി ഡിഫറെൻറ്റ് ഉണ്ടാവും. ആദ്യമായിട്ട് നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്തെടുത്തോളൂ. ആദ്യം നിങ്ങൾ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. നമുക്കിപ്പോൾ സിമ്മീസിൻ്റെ മേലത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നുള്ളത്. ഇപ്പം നമ്മളിവിടെ 15 എടുക്കുക. ഫസ്റ്റ് വീതിയിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. വീതി 15. ഇനി നമ്മൾ ഈ മാർക്കിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ നീളമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നീളത്തിലേക്ക് ഞാൻ 15 തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. 15ലേക്ക് മാർക്ക് ചെയ്യണം. ഇനി ഈ 15 നീളം അതിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്ക്, ഷോൾഡർ, കൈ, ചെസ്റ്റ് എല്ലാം എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നെക്ക്. നിങ്ങൾക്ക് ഈ മാർക്കിങ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ പോയി നോക്കുക, എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്തതെന്ന്. ഇത് നെക്ക്, ഇത് ഷോൾഡർ, ഇത് കൈയിൻ്റെ ഭാഗം, ഇത് നമ്മളെ ചെസ്റ്റ്, ഇത് ലെങ്ത്ത്. ഒരു ഇച്ചിരി ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോസ് കാണുക. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ സിമ്മീസിൻ്റെ മേലത്തെ പാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി അടിയത്തെ പാർട്ട് നമുക്ക് റെഡിയാക്കാം. ഇതുപോലത്തെ ഒരു പേപ്പർ നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മളെ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ, അതായത് മേലത്തെ പാർട്ടിൻ്റെ താഴെ ഭാഗത്ത് എത്ര ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡബിളാണ് നമ്മൾ താഴത്ത് നെറിക്ക് വേണ്ടി എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 18 ഉണ്ട്. ഈ 18ൻ്റെ ഡബിളാണ് നമ്മൾ താഴത്തെ ഒരു പാർട്ടിനും വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞു. നമ്മളെ താഴത്തെ അളവ് 18 ആയിരുന്നു. അപ്പോൾ നമ്മൾ 18ൻ്റെ ഡബിളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്കെയിലിൽ ഈ അളവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ടാപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ നല്ല നീളമുള്ള സ്കെയിൽ എടുത്തിട്ട് ഈ 36ലേക്ക് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര നീളം വേണമെന്നുണ്ടെങ്കിൽ ആ നീളത്തിനനുസരിച്ചിട്ട്, ഇനി ഷോർട്ടാണെങ്കിൽ ഷോർട്ട്, നല്ല ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിൽ ആവും. അപ്പോൾ ആ നീളത്തിന് നമുക്ക് എത്ര നീളം ആവശ്യമുണ്ട് ആ നീളത്തിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 15 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക്. ഇത് നീളവും ഇത് വീതിയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ഇതാണ്, നീളമാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇനിയും കൂടുതൽ നിറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നീളത്തിൽ നിങ്ങൾക്ക് എടുക്കാം. എത്ര നിറയെ ആവശ്യമുണ്ട് എത്ര എടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കാം. നമുക്ക് നീളത്തിനനുസരിച്ചിട്ട് 2 ഭാഗങ്ങളാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളെ മേലത്തെ പാർട്ടും അടിയത്തെ പാർട്ടും റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ഇത് നിറി വെക്കാനുള്ളതാണ്, എവിടെയെങ്കിലും നിറി വെച്ച് കൊടുക്കാനുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചത്. പേപ്പറിൽ അത് നിറി വെച്ച് കാണിച്ചു തരാൻ അത്ര കഴിയില്ല. അപ്പോൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ നിറി വെക്കേണ്ടതെന്ന്. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.